പട്ടാമ്പിയിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് മുഹമ്മദ് മുഹസിനെ വെട്ടി CPI പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി മുഹസിനെ തീരുമാനിച്ചിരുന്നു. മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം OK സൈദലവി, AIYF സംസ്ഥാന പ്രസിഡന്റ് K ഷാജഹാൻ എന്നിവർ പട്ടികയിലുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ അന്തിമ തീരുമാനമെടുക്കും. സച്ചിൻ വള്ളിക്കാടുണ്ട് വിവരങ്ങളുമായി. സച്ചിൻ, CPIയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു നീക്കമാണ്. എന്തൊക്കെ വിശദാംശങ്ങൾ? ആനന്ദ്, വലിയ ശക്തമായ രീതിയിൽ തന്നെയാണ് CPI മുഹസിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തത്. കാരണം 2 തവണ പട്ടാമ്പി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച യുവ MLA കൂടിയാണ് മുഹസിനെ ചൊല്ലി CPI പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ വലിയ രീതിയിലുള്ള ഭിന്നതയുണ്ട്. കാരണം CPI പാലക്കാട് ജില്ലാ കമ്മിറ്റിയുമായി യാതൊരുവിധ സഹകരണവും മുഹസിൻ പാർട്ടിയുമായുള്ള സഹകരണങ്ങളൊന്നും നടത്തുന്നില്ല എന്നത് തന്നെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മുഹസിനെതിരെ ഉയർന്നു വന്ന വലിയ രീതിയിലുള്ള വിമർശനം. ഇതിന്റെ ഭാഗമായി ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്കൊക്കെ മുഹസിനെ തരം താഴ്ത്തിയിരുന്നു. അത്തരം സംഘടന പാർട്ടിപരമായ നടപടികളെല്ലാം മുഹസിനെതിരെ എടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ നിർണായകമായ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഇത്തരത്തിലൊരു നിർണായകമായ നീക്കം പാലക്കാട് CPIയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ മുഹസിനെ അന്തിമ പട്ടികയിൽ അന്തിമ സ്ഥാനാർത്ഥിയായി ജില്ലാ കമ്മിറ്റിയിലേക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അതൊക്കെ പാടെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ CPI നിലപാടെടുത്തിട്ടുള്ളത്. പ്രധാനമായും മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ, അതേപോലെ തന്നെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം OK സൈദലവി, AIYFിൻ്റെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള K ഷാജഹാൻ അടക്കമുള്ളവരുടെ പേരുകളാണ് നിലവിൽ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുത്തി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ അന്തിമ തീരുമാനം CPI സംസ്ഥാന കമ്മിറ്റിയാണ് എടുക്കേണ്ടത്. അതിനാൽ തന്നെ നിലവിൽ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനിച്ച പേരുകൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൈമാറും. എന്തായാലും പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ തന്നെ സ്ഥാനാർത്ഥിയാകണം എന്ന ഒരു നിർദ്ദേശം CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റിയും CPIയോട് ആവശ്യപ്പെട്ടിരുന്നു. കാരണം മുഹസിൻ പട്ടാമ്പിയിൽ നിന്നും മാറിയാൽ അത് വിജയത്തെ ബാധിക്കുമെന്ന കൃത്യമായ നിർദ്ദേശമാണ് CPIM നൽകിയിട്ടുള്ളത്. എന്നാൽ ആ നിർദ്ദേശങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ CPI ശക്തമായ നിലപാടിലേക്ക് കടക്കുന്നു. മുഹസിനെ വെട്ടിക്കൊണ്ടുള്ള മുഹസിൻ്റെ പേര് ഉൾപ്പെടുത്താതെയുള്ള പട്ടികയാണ് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറാൻ വേണ്ടി നിലവിൽ ഇന്നു ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KP സുരേഷ് രാജ്, അതേപോലെ തന്നെ ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് അടക്കമുള്ളവർ പങ്കെടുത്ത യോഗത്തിലാണ് ഈ നിർണായക തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന കമ്മിറ്റിയാണ് അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത്. നിലവിൽ മണ്ണാർക്കാട് മണ്ഡലത്തെ ചൊല്ലിയും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പേയ്മെന്റ് സീറ്റ് വിവാദം അടക്കം നിലനിൽക്കുന്നതിന് ഒപ്പം തന്നെയാണ് ഇപ്പോൾ പട്ടാമ്പിയിലെ സീറ്റുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് CPI കടക്കാൻ വേണ്ടി പോകുന്നത്. സച്ചിൻ, CPIയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ മറികടക്കുക എന്ന് പറയുമ്പോൾ അത് CPIയെ സംബന്ധിച്ചൊരു വലിയ സംഘടനാ പ്രശ്നമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം പന്ന്യൻ രവീന്ദ്രനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ അവിടെ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുള്ള സാഹചര്യത്തിലാണോ അവരുടെ അടക്കം പേരുകൾ ഈ പട്ടാമ്പി മണ്ഡലത്തിൽ ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്? തീർച്ചയായും പട്ടാമ്പി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മുഹസിൻ വന്നതിന് ശേഷമാണ്, അതായത് കഴിഞ്ഞ UDFിൻ്റെ കുത്തക മണ്ഡലമായി അറിയപ്പെടുന്ന മണ്ഡലമാണ് പട്ടാമ്പി. 2011 UDFിൻ്റെ സ്ഥാനാർത്ഥികളാണ് അവിടെ മത്സരിച്ച് വിജയിച്ചിരുന്നത്. തുടർന്നാണ് മുഹസിൻ 2016 മണ്ഡലം പിടിച്ചെടുക്കുന്നത്. 2021 സമാനമായ രീതിയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടെ തന്നെയാണ് പട്ടാമ്പിയിൽ മുഹസിൻ വിജയിക്കുന്നത്. മാത്രമല്ല പട്ടാമ്പിയിലെ മണ്ഡലത്തിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളിലും സംസ്ഥാനത്താകെ ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി എന്ന് തന്നെയാണ് പാലക്കാട് ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കളും അവകാശപ്പെടുന്നത്. കൂടാതെ തന്നെ CPIയെ സംബന്ധിച്ചിടത്തോളം CPIയുമായി വലിയ രീതിയിലുള്ള ഒരു അടുപ്പം, പാലക്കാട് ജില്ലയിലെ CPI നേതാക്കളുമായി വലിയ രീതിയിലുള്ള അടുപ്പം മുഹസിനില്ല. പട്ടാമ്പിയിലും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. നേരെ മറിച്ച് CPIMൻ്റെ പാലക്കാട് ജില്ലയിലെ മുഴുവൻ നേതാക്കളുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് മുഹസിൻ. അതിനാൽ തന്നെയാണ് CPIക്ക് വലിയ രീതിയിലുള്ള അതിർത്തി ഉണ്ടാകുന്നത്. തുടർന്നാണ് CPIയുടെ പാർട്ടി പരിപാടികളിലൊന്നും മുഹസിൻ പങ്കെടുക്കാത്തതിനാൽ മുഹസിനെതിരെ സംഘടന നടപടി സ്വീകരിക്കുന്നത്. തുടർന്ന് ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലൊക്കെ മുഹസിനെ തരം താഴ്ത്തിയിരുന്നു. എന്തായാലും നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവായ പന്ന്യൻ രവീന്ദ്രൻ, അതേപോലെ തന്നെ ജില്ലയിലെ മുതിർന്ന നേതാവായിട്ടുള്ള OK സൈദലവി, AIYFിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള K ഷാജഹാൻ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ജില്ലാ എക്സിക്യൂട്ടീവ് പട്ടിക അംഗീകരിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും സച്ചിൻ വള്ളിക്കാടാണ് പാലക്കാട് പട്ടാമ്പിയിലെ
മുഹമ്മദ് മുഹസിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ അപ്ഡേറ്റുകൾ നമ്മളെ അറിയിച്ചത്.